നമസ്കാരം. സൈറ്റിൻ്റെ ബ്ലേഡ് പീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അതിനാവശ്യമായ സാധനങ്ങൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതെൻ്റെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പീനിങ് പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ വിശദമായ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അത് കണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ്. പീനിങ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. പീനിങ് ജിഗ്, 2 ക്യാപ്പ്, ചുറ്റിക, പീനിങ് ജിഗ് വയ്ക്കാനുള്ള ഒരു മരത്തിൻ്റെ മുട്ടി, അതുപോലെ നമുക്ക് ഇരുന്ന് പീനിങ് ചെയ്യാനുള്ള ഒരു സംവിധാനം. ഇത്രയാണ് ബേസിക്കായിട്ട് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ പീനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്ലേഡ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആഞ്ഞിലി മരത്തിൻ്റെ ഒരു കുറ്റിയാണ്. അതിൽ 32 mm ഡ്രിൽ ബിറ്റ് വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഹോളിലേക്കാണ് നമ്മൾ പീനിങ് ജിഗ് ഇറക്കി വെച്ചിട്ട് പീൻ ചെയ്യുന്നത്. നമ്മൾ ഈ മുട്ടി കട്ട് ചെയ്യുമ്പോൾ സർഫസ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പീനിങ് ജിഗ് വെച്ച ശേഷം അത് ആ സർഫസിൽ പ്രോപ്പറായിട്ട് ടച്ച് ആയിരുന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് പീനിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലെ മുട്ടി കണ്ടെത്താനോ അല്ലെങ്കിൽ അതിൽ ഹോളിടുവാനോ സൗകര്യമില്ലാത്തവർക്ക് മുളയുടെ ഒരു കമ്പ് വെച്ചിട്ടായാലും നമുക്ക് പീനിങ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന മഞ്ഞ മുളയുടെ ഒരു കമ്പാണ്. അതിൻ്റെ നല്ല മൂത്തൊരു 2-3 മുട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു മുട്ടിനോട് ചേർന്നുള്ള ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വാൾ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കൂർത്ത കമ്പോ ചെറിയ കമ്പിയോ വെച്ചിട്ട് നമുക്ക് ആ മുട്ടിലൊരു തുളയിടാൻ സാധിക്കുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പീനിങ് ജിഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചായാലും നമുക്ക് പീനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ മരത്തിൻ്റെ പീസിൽ തുളയിട്ടൊന്നും ചെയ്യണമെന്ന് ആവശ്യമില്ല. മുളയുടെ ഒരു കഷ്ണം വെച്ചായാലും നമുക്കത് പീനിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കിയെടുക്കുക. ഇനി നമുക്ക് ബ്ലേഡ് ഇതിനകത്ത് എങ്ങനെ വെക്കണമെന്ന് നോക്കാം. പീനിങ് ജിഗിൽ നമ്മൾ ബ്ലേഡ് വെക്കുമ്പോൾ എപ്പോഴും അത് പ്രോപ്പറായിട്ട് പീനിങ് ജിഗിൻ്റെ സർഫസിന് പാരലലായിരിക്കണം. അതായത് ബ്ലേഡ് പൊങ്ങിയിരിക്കരുത്, സർഫസിൽ എപ്പോഴും മുട്ടിയിരിക്കണം. അതേപോലെ നമ്മൾ ബ്ലേഡ് മൂവ് ചെയ്യുമ്പോൾ ആ ജിഗിലുള്ള കമ്പിയിൽ ടച്ച് ചെയ്ത് ഒത്തിരി ഫോഴ്സ് അതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും അതിനകത്ത് ടച്ച് ചെയ്ത് മൂവ് ചെയ്യണം, ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാണത് ബ്ലേഡ് വെക്കേണ്ടതും മൂവ് ചെയ്യേണ്ടതും. നമുക്ക് ആ ബ്ലേഡ് വച്ചിരിക്കുന്നത് ബ്ലേഡിൻ്റെ പിൻഭാഗത്ത് നിന്ന് നോക്കാം. കണ്ടാൽ അറിയാം അത് സർഫസിൽ നന്നായിട്ട് ടച്ചായാണ് ഇരിക്കുന്നത്. പീനിങ് ചെയ്യുമ്പോൾ ബ്ലേഡ് ഇതുപോലെ പ്രോപ്പറായിട്ട് വെച്ച് പീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാണ് പീനിങ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച സെറ്റപ്പ്. സൈറ്റിൻ്റെ ബ്ലേഡ് പീനിങ് ജിഗിൽ വെക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ഒരു വള്ളി ഉപയോഗിച്ച് സൈറ്റ് മരത്തിൽ കെട്ടി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും പീൻ ചെയ്യാം. ഇല്ലെങ്കിൽ ബ്ലേഡ് നമുക്ക് സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അത് വെച്ചും തനിയെ പീൻ ചെയ്യാം. ബ്ലേഡ് സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പീനിങ് ചെയ്താൽ ബ്ലേഡ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മൾ പീൻ ചെയ്യാനായിട്ട് ബ്ലേഡ് പീനിങ് ജിഗിൽ വയ്ക്കുമ്പോൾ തുടയിൽ സപ്പോർട്ട് കൊടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് ബ്ലേഡ് മൂവ് ചെയ്യാനും എല്ലാത്തിനും സൗകര്യം അതായിരിക്കും. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ക്യാപ്പ് ഉപയോഗിച്ച് പീനിങ് സ്റ്റാർട്ട് ചെയ്യാം. പീനിങ് തുടങ്ങുന്നതിന് മുമ്പ് ബ്ലേഡ് പൊടികളുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. പീനിങ് ചെയ്യുമ്പോൾ ഓരോ തവണ ചുറ്റിക കൊണ്ട് അടിക്കുമ്പോഴും ബ്ലേഡ് കുറേശ്ശെയായിട്ട് മാറ്റി കൊടുക്കണം. ചുറ്റിക കൊണ്ട് ഏകദേശം 20 പ്രാവശ്യം അടിക്കുമ്പോൾ 1 ഇഞ്ച് മാറത്തക്ക രീതിയിലാണ് ബ്ലേഡ് മൂവ് ചെയ്യേണ്ടത്. ഇതുവരെ ചെയ്ത പീനിങ് ബ്ലേഡിൽ വരുത്തിയ മാറ്റങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പതിയെ ബ്ലേഡ് മൂവ് ചെയ്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആദ്യത്തെ സിംഗിൾ റിംഗ് ക്യാപ്പ് ഉപയോഗിച്ച് ഒരു വട്ടം പീനിങ് ചെയ്യുക. ഏകദേശം 1/2 കിലോയോളം ഭാരമുള്ളൊരു ചുറ്റിക പീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചുറ്റിക അല്പം ഭാരക്കുറവുള്ളതാണ്. അതുകൊണ്ട് പീനിങ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് എഫക്റ്റ് ആവുന്നില്ല. അതേപോലെ തന്നെ ഒത്തിരി ബലപ്പെട്ട് ചുറ്റിക കൊണ്ട് അടിക്കേണ്ട ആവശ്യമില്ല. ചുറ്റിക കയ്യിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്താൽ മാത്രം മതി. ആവശ്യത്തിനുള്ള ഫോഴ്സ് ആ ക്യാപ്പിൽ വന്നുകൊള്ളും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്യാപ്പ് ഉപയോഗിച്ചുള്ള പീനിങ് അവസാനിച്ചു.
ഇനി രണ്ടാമത്തെ ക്യാപ്പ് വെച്ച് പീനിങ് ആരംഭിക്കുകയാണ്. അത് ആദ്യം ചെയ്ത പോലെ തന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബ്ലേഡ് പതിയെ മൂവ് ചെയ്തുകൊണ്ട് പീനിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്യാപ്പ് ഉപയോഗിച്ച് പീനിങ് ചെയ്തതിൻ്റെ എഫക്റ്റ് കാണാം. ഇത് ആദ്യത്തെ ക്യാപ്പ് ഉപയോഗിച്ച് പീനിങ് ചെയ്തതിൻ്റെ അടയാളമാണ് കാണുന്നത്. ബ്ലേഡിൻ്റെ ആദ്യ ഭാഗത്ത് രണ്ടാമത്തെ ക്യാപ്പ് ഉപയോഗിച്ച ശേഷം പീൻ ചെയ്ത ശേഷം ഉള്ള വ്യത്യാസം കാണാം. വളരെ കുറച്ച് ഭാഗത്തേ ചെയ്തിട്ടുള്ളൂ, അവിടെ നമുക്കത് അതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ബ്ലേഡിൻ്റെ ഭാഗത്ത് രണ്ടാമത്തെ ക്യാപ്പ് ഉപയോഗിച്ച് പീനിങ് ചെയ്യണം. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബ്ലേഡ് പതിയെ മൂവ് ചെയ്തുകൊണ്ട് പീനിങ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പീനിങ് അവസാനിച്ചു. ആദ്യത്തെ ക്യാപ്പും രണ്ടാമത്തെ ക്യാപ്പും ഉപയോഗിച്ച് നമ്മൾ പീൻ ചെയ്തെടുത്ത ബ്ലേഡാണിത്. നമുക്ക് കാണാം ആദ്യത്തെ ക്യാപ്പ് ഉപയോഗിച്ച് ചെയ്ത് പീനിങ് ലെഫ്റ്റ് സൈഡിൽ, രണ്ടാമത്തെ ക്യാപ്പ് ഉപയോഗിച്ച് ചെയ്ത ശേഷമുള്ള റിസൾട്ട് വലതു ഭാഗത്തും കാണാം സ്ക്രീനിൽ. പീനിങ് ചെയ്ത ശേഷം ബ്ലേഡിൻ്റെ കനം നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. ആ ബ്ലേഡിൻ്റെ അടിയിൽ നമ്മൾ പീനിങ് ചെയ്ത ഭാഗത്ത് നമ്മുടെ വിരലിൻ്റെ നഖം വെച്ച് അമർത്തുമ്പോൾ ബ്ലേഡ് ചെറുതായിട്ട് വളയുന്നുണ്ടാവും. ഈ ബ്ലേഡ് ആദ്യത്തെ റൗണ്ട് പീനിങ്ങിന് ശേഷം വിരൽ വെച്ച് അമർത്തുമ്പോൾ വളരെ ചെറുതായിട്ട് മാത്രമാണ് അത് അനങ്ങുന്നുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം കുറ്റിയും പുല്ലുകളും നിറഞ്ഞ ഭാഗം, അതായത് കാട് വെട്ടാനായിട്ട് പാകത്തിനുള്ളൊരു പീനിങ്ങിലാണ് ഇപ്പോൾ നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ വെട്ടാനുള്ളത് പുല്ലാണ്. പുല്ല് മാത്രമുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ അടുത്തത് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ നന്നായിട്ട് മൂർച്ചയുള്ള ഒരു ബ്ലേഡാണ് ആവശ്യം. അപ്പോൾ ഞാനത് ഒരു റൗണ്ട് കൂടെ അടുത്ത ദിവസം പീനിങ് ചെയ്യുകയാണ്. അപ്പോൾ ആ പീനിങ്ങിന് ഉപയോഗിക്കുന്നത് മുളയുടെ കമ്പാണ്. ആദ്യം കാണിച്ച മുളയുടെ കമ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് പീനിങ് ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം ഒന്നാമത്തെ ക്യാപ്പ്, അതായത് സിംഗിൾ റിങ്ങുള്ള ക്യാപ്പ് വെച്ചിട്ട് ഒരു റൗണ്ട് പീനിങ് ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ ക്യാപ്പ് ഉപയോഗിച്ച് പീനിങ് ചെയ്യും. ഈ പീനിങ് പ്രോസസ്സ് തീർന്ന ശേഷം അതിൻ്റെ ബ്ലേഡിൻ്റെ തിക്നെസ് എത്രമാത്രം കുറഞ്ഞെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ടാമത്തെ പീനിങ്ങിന് ശേഷം വളരെ ചെറിയൊരു പ്രഷർ നമ്മുടെ വിരൽ വെച്ച് കൊടുത്താൽ തന്നെ ബ്ലേഡിൻ്റെ അഗ്രഭാഗം നന്നായിട്ട് മൂവ് ആവുന്നുണ്ട്. ഇനി ഈ ബ്ലേഡ് വെച്ചിട്ട് പുല്ല് മാത്രമുള്ള ഭാഗങ്ങളിൽ ഒട്ടും തന്നെ ആയാസമില്ലാതെ പുല്ല് വെട്ടാൻ സാധിക്കും. വളരെ കുറച്ച് നാളത്തെ ഉപയോഗത്തിനുള്ളിൽ ആവശ്യമുള്ള പീനിങ്ങിൻ്റെ അളവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ 1-2 പ്രാവശ്യം പീൻ ചെയ്ത ശേഷം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലേഡ് കുറച്ച് പൊട്ടും, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ പോർഷൻസ് അത് പിന്നീടുള്ള പീനിങ്ങിലൂടെ അത് നികത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഞാൻ ചെയ്ത 2 പീനിങ്ങിലൂടെയും ബ്ലേഡിന് വന്ന വ്യത്യാസം കാണാം. ഇടതുവശത്ത് ആദ്യമുള്ളത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ബ്ലേഡ്, മധ്യഭാഗത്തുള്ള ചിത്രം എന്ന് പറയുന്നത് ആദ്യത്തെ പീനിങ്ങിന് ശേഷമുള്ള ബ്ലേഡും, വലതുഭാഗത്തുള്ള ചിത്രം എന്ന് പറയുന്നത് രണ്ടാമത്തെ പീനിങ്ങിന് ശേഷമുള്ള ബ്ലേഡുമാണ്. ഓരോ തവണ പീൻ ചെയ്തപ്പോഴും ബ്ലേഡിൻ്റെ അഗ്രഭാഗത്തിനുണ്ടായ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.